ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പ്ലാന്റ്സ് കെയർ, ടിപ്സ്, ഫെർട്ടിലൈസർ, ഗാർഡനിങ് ടൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ പറയാറുള്ളത്. അപ്പം പ്ലാന്റ്സിനോടും ഗാർഡനൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ ഇടാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. എല്ലാവർക്കും ഇഷ്ടം പൂക്കളുള്ള ചെടികളാണല്ലേ, പക്ഷേ എനിക്കിഷ്ടം ലീഫ് പ്ലാന്റ്സ് ആണേ. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചോദിക്കുന്നത് പൂക്കളുള്ള ചെടികളെ പറ്റിയിട്ടും പൂക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ഒരു ഫെർട്ടിലൈസർ കാണിച്ചു തരാം. നല്ല രീതിയിൽ പൂവിടാനും നമുക്ക് പുതിയ പുതിയ ഇലകളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാനിന്ന് കാണിച്ചിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ സംഘടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് പേരയുടെ ഇല. പേരക്കയുടെ മരം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു 5 ലീവ്സ്, ഒരു 5 or 10 ലീവ്സ്, നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഒരു 10-15 ലീഫ് എടുത്തോളൂ കേട്ടോ. ഇനി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉള്ളെങ്കിൽ ഒരു 5 ലീഫിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതൊന്ന് എടുത്തുകിട്ട് വരിക കേട്ടോ. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് തന്നെ നമുക്ക് പൊടിയായിട്ടും ചെയ്യാം കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലീവ്സ് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക, എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഏത് പ്ലാന്റിനാണോ കൊടുക്കേണ്ടത്, പ്രത്യേകിച്ചും പൂക്കൾ ഇടുന്ന പ്ലാന്റ്സിനാണ് കേട്ടോ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത്. കാരണം പെട്ടെന്ന് മാറ്റം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലിട്ടിട്ട് കുറച്ച് മണ്ണ് മുകളിലിട്ടേക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ, ഇപ്പോൾ റോസിനൊക്കെ ആണെങ്കിൽ ഒരു ബ്രൗൺ ലീഫില്ലേ, അതിങ്ങനെ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണിത്. എന്താണെന്ന് വെച്ചാൽ ഈ പേരയുടെ ഇലയിൽ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പ്ലാന്റ്സിന് ഹെൽപ്പാവും. അതുമാത്രമല്ല മണ്ണിൻ്റെ pH നിലനിർത്താൻ ഇത് വളരെ ഹെൽപ്പാണ്. പേരയുടെ ഇല നല്ല എഫക്റ്റീവാണ് പ്ലാന്റ്സിന്. പിന്നെ ഇതൊരു ജൈവവളമാണ്, അതുകൊണ്ട് തന്നെ മണ്ണിനൊരു ദോഷവും ഇല്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണെന്ന്. ഒന്നെങ്കിൽ നമ്മൾ ഈ ഇല നേരെ എടുത്തിട്ട് കുറച്ച് സാധാ നോർമൽ വാട്ടർ, നിങ്ങളെ കയ്യിലുള്ള വെള്ളത്തിൽ ക്ലോറിനിട്ട വെള്ളം ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ എടുക്കുക, അതിലിട്ട് വെക്കുക ഒരാഴ്ച. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ട് എല്ലാ പ്ലാന്റ്സിനും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഈ പേരയുടെ ഇല നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പ്രതിരോധശേഷി കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ലീവ്സിലൊക്കെ അങ്ങനെ മഞ്ഞളിപ്പൊന്നും വരാറേ ഇല്ല. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡി തന്നെയാണ് കേട്ടോ പ്ലാന്റ്സിന്. പിന്നെ പൂക്കളാണെങ്കിൽ ഇതിൽ നൈട്രജനും പൊട്ടാസ്യം ഒക്കെ ഈ ലീവ്സിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പൂവിടാറുണ്ട്. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ പുതിയ ഇങ്ങനെ മൊട്ടുകൾ, ഇപ്പോൾ റോസിനൊക്കെ ആണെങ്കിൽ പുതിയ മൊട്ടുകളും ആ ഒരു ബ്രൗൺ കളറിലുള്ള ലീവ്സില്ലേ അങ്ങനെയൊക്കെ വന്ന് കാണാറുണ്ട് കേട്ടോ. നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ നോർമൽ വാട്ടറിലോ പൊടിച്ചിട്ടോ കൊടുക്കുക. അതുകൂടാതെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒന്ന് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. നമ്മളിത് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിലിട്ടേക്കുക. ഇനി ഇത് വേണമെങ്കിൽ മിക്സിയിൽ കഞ്ഞിവെള്ളവും ഇതും കൂടി ഒരുമിച്ച് അടിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. വെള്ളത്തിലൊരു കൊഴുപ്പില്ലേ, ആ കൊഴുപ്പുകൾ മണ്ണിന് നല്ലൊരു വളമാണ്. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ ഇല ചെയ്യുമ്പോൾ കീടങ്ങളെ പ്രതിരോധിച്ച് കാണാറുണ്ട്. ആ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുമ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിലുള്ളൊരു പാടയില്ലേ, അത് ഒഴിവാക്കണം കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. ഇത് ഇന്ന് ഞാൻ രാവിലെ വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി ഞരണ്ടി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസില്ലേ, ഈ ഇലയുടെ ഒരു ജ്യൂസ് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലെ കളറ് ലൈറ്റ് ഒരു ഗ്രീനിഷായി മാറും. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നിറയെ പൂക്കളുണ്ടാവുന്നത് കേട്ടോ. നാച്ചുറൽ അല്ലാത്ത വളങ്ങൾ നിങ്ങൾ പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ എപ്സം സാൾട്ട്, അതൊരു ക്രിസ്റ്റലായിട്ടാണ് വരുന്നത്. അതൊരു 5 ക്രിസ്റ്റലൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിലും പ്ലാന്റ്സിന് നല്ലൊരു പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ വരികയും അത് നല്ല രീതിയിൽ പൂക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്
എപ്പോഴും ഫോളോ ചെയ്യുന്നത്. കഞ്ഞിവെള്ളത്തിൽ അലോവേര ജെല്ലിട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. കഞ്ഞിവെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് ചെയ്യാം. പിന്നെ ചേമ്പിൻ്റെ ഇല അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. പപ്പായയുടെ ഇല അതും അരിഞ്ഞ് വെച്ചിട്ടും കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. പപ്പായയുടെ ഇല വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരു പെസ്റ്റ് കൺട്രോൾ കൂടിയാണ് കേട്ടോ. ആ പപ്പായയുടെ ഇലയുടെ സ്മെല്ലുകൊണ്ട് പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ അടുത്തേക്ക് ഒരു കീടങ്ങളും വരില്ല. അപ്പോൾ അതൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡീസാണ്. ഇനി നമ്മൾ ഇതെന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിച്ചെടുത്തിട്ട് പ്ലാന്റ്സിനൊക്കെ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ 3 ലിറ്റർ വെള്ളമാക്കിയിട്ട് മാറ്റിയിട്ട് അത് പ്ലാന്റ്സിനെല്ലാം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി നിറയെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ലീഫ് പ്ലാന്റ്സ് ആണ് കൂടുതലും കാണിക്കുന്നത്. അറിയാലോ, എനിക്ക് കുറേ ലീഫ് പ്ലാന്റ്സ് ആണ് ഉള്ളത്. എനിക്ക് ലീഫ് പ്ലാന്റ്സ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ലീഫ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സിന് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയ വീഡിയോ കണ്ടിരുന്നോ? അത് നമ്മൾ കൊടുത്തുമല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലേ ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏത് ഫെർട്ടിലൈസറും രാവിലെയും വൈകുന്നേരം മാത്രം കൊടുക്കുക കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഉച്ച സമയത്തും വെയിലുള്ള സമയത്തും ഫെർട്ടിലൈസർ കൊടുക്കരുത്. നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഫെർട്ടിലൈസർ എല്ലാവർക്കും ചെയ്ത് വെക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. റോസിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ജമന്തിപ്പൂക്കൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒന്ന് ചാനലിൽ കയറി നോക്കുക കേട്ടോ വീഡിയോസൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെയാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.